കൊമ്പൻസിനെ 4-1 തകർത്ത് കാലിക്കറ്റ് FC മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയുടെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കാലിക്കറ്റിനായി മുഹമ്മദ് റിയാസ്, അബ്ദുൽ ഹക്കു, ഏണസ് ബർഫോ, ബെൽഫോർട്ട് എന്നിവരും കൊമ്പൻസിനായി ബ്രസീലുകാരൻ ഡെവി കൂനുമാണ് സ്കോർ ചെയ്തത്. 6 കളിയിൽ 10 പോയിന്റുള്ള കാലിക്കറ്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തും 6 കളിയിൽ 6 പോയിന്റുള്ള കൊമ്പൻ 4ാം സ്ഥാനത്തുമാണ്. സെനഗൽ താരം പെപ്പെ അബ്ദുല്ലാഹിവിനെ പ്രതിരോധത്തിലും ഖാനക്കാരൻ ഏണസ് ബർഫോയെ മുന്നേറ്റ നിരയിലും അണിനിരത്തിയാണ് കാലിക്കറ്റ് മത്സരത്തിന് ഇറങ്ങിയത്. നിരന്തരം ആക്രമിച്ചു കളിച്ച കാലിക്കറ്റ് ഗാലറി നിറഞ്ഞെത്തിയ 10,000-ഓളം കാണികളെ സാക്ഷി നിർത്തി 12ാം മിനിറ്റിൽ ലീഡെടുത്തു. ഗനീനികമെടുത്ത ഫ്രീ കിക്ക് തോയ്സിംഗ് പോസ്റ്റിന് മുന്നിലേക്ക് മറിച്ചു നൽകിയതോടെ കൃത്യം പൊസിഷനിലെത്തിയ മുഹമ്മദ് റിയാസിന്റെ ഹെഡർ കൊമ്പൻസ് പോസ്റ്റിൽ അടിച്ചുകയറി. 20ാം മിനിറ്റിൽ കാലിക്കറ്റ് വീണ്ടും ലീഡ് ഉയർത്തി. ഗനീനികമിന്റെ കോർണറിന് നായകൻ അബ്ദുൽ ഹക്കുമിന്റെ ഉയർന്നു ചാടിയുള്ള ഹെഡറിലൂടെ സ്കോർ 2-0 മാറി. ആദ്യ പകുതിയുടെ അവസാന സമയത്ത് ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാൻ കൊമ്പൻസ് കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെ ഇഞ്ചുറി ടൈമിൽ കാലിക്കറ്റ് 3ാം ഗോളും നേടി. തോയ്സിംഗ് വലത് വിങ്ങിലൂടെ മുന്നേറി നൽകിയ ക്രോസ് റിയാസ് മനോഹരമായി മൈതാനത്തേക്ക് ഇറക്കി നൽകിയതോടെ ഖാനക്കാരൻ ഏണസ് ബർഫയുടെ ആംഗുലർ ഷോട്ട് ആതിഥേയരുടെ വലയിൽ പാനു കയറിയപ്പോൾ സ്കോർ 3-0. 46ാം മിനിറ്റിൽ 10ാം നമ്പർ ബ്രസീൽ താരം ഡെവി കൂനിലൂടെ കൊമ്പൻസ് ഒരു ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ 59ാം മിനിറ്റിൽ ബെൽഫോർട്ടിന്റെ ഗോൾ ലീഡുയർത്തി കാലിക്കറ്റ് വിജയം സ്വന്തമാക്കി. ആദ്യ പാദത്തിൽ കാലിക്കറ്റും കൊമ്പൻസും കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-1 സമനിലയായിരുന്നു ഫലം. ബുധനാഴ്ച മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മലപ്പുറം FC ഫോഴ്സ കൊച്ചിയെ നേരിടും. കൊച്ചിയിൽ നടന്ന ആദ്യ പാദത്തിൽ മലപ്പുറം FC 2-0 ഫോഴ്സ കൊച്ചിയെ തോൽപ്പിച്ചിരുന്നു.